എംറാൾ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോ. ഇനി മുടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഒരുപാട് മുടക്കങ്ങൾ വന്നു. കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ ഇനി ഇതൊരു ദൃഢനിശ്ചയത്തിലായിരിക്കും എല്ലാ കാറ്റഗറി വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും. 7 കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. കാറ്റഗറി എന്താണെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളെ ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഒന്ന് എൻഷുർ ചെയ്ത് വെക്കുക. നമ്മുടെ ഇപ്പൊ 215 അങ്ങാണ്ടാണ് സബ്സ്ക്രിപ്ഷൻ. സോ എനിക്കത് എത്രയും പെട്ടെന്ന് 1000 ആക്കണം, സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു Q&A ആണ്. ഞാൻ ഇതിന് മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചോദ്യങ്ങൾ. പിന്നെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇനീഷ്യലി യൂട്യൂബിന്റെ ഒക്കെ തുടക്കത്തിൽ ആരെങ്കിലും വന്ന ഒരു ഹായോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ എന്ത് മെസ്സേജ് ചെയ്താലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറ്. സോ ദാറ്റ് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ഒന്നുമില്ല. എൻ്റെ പണ്ട് +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് യു വോണ്ട് ടു ബിക്കം എന്ന് ചോദിച്ചു. സാധാരണ നിങ്ങളാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, എയർ ഹോസ്റ്റസ്, ടീച്ചർ അല്ലേ? പക്ഷെ ഞാൻ അതിൽ എഴുതിയ ഉത്തരം ഇന്നും, അതായത് അതൊരു ചെറിയ കുട്ടി എഴുതിയതല്ല, +2 എന്ന് പറയുമ്പോൾ 16 ഇയേഴ്സ് ഉള്ളപ്പോൾ എഴുതിയതാണ്. ഞാൻ എഴുതിയ ഉത്തരം എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഫേമസ് എന്നാണ്. അപ്പൊ അന്ന് എന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും എല്ലാവരും ചോദിച്ചു എന്താ ഈ ഫേമസ്, അത് എന്താ ഒരു സ്പെസിഫിക് അല്ലാത്തൊരു ഗോളാണല്ലോ, എന്താവണം എന്നുള്ളതിന് ഫേമസ് എഴുതുന്നതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന് ആർക്കും ഒരു ഡിഫൈൻഡ് ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും എനിക്കത് ആരോടും ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൾട്ടിപ്പിൾ ഗോൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പൊ PhD ചെയ്യുന്നതിന്റെ പോലെ തന്നെ മിസ്സസ് ഇന്ത്യ പോയി ചെയ്യുന്നു, മിസ് മലബാർ ചെയ്യുന്നു, പിന്നെ അതുപോലെ എന്താണ് ബുക്ക് എഴുതുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നത് ഒരു HR റിലേറ്റഡ് സ്ഥാപനത്തിലാണ്, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. സോ വളരെ ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു. എൻ്റെ അടുത്ത്, ഞാൻ സൈക്കോളജി വിഷയമായതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്. അവർ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഞാൻ അവരെ വിളിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ പോലെ ഇടയ്ക്കെടുക്കും. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ അത് നിങ്ങളെ ഒരുപാട് ഡൗൺ ആക്കുന്നുണ്ട്, അതൊന്ന് മാറ്റിയാൽ മതി എന്ന് പറയും. പക്ഷെ എനിക്ക് ഒരിക്കലും മാറ്റാൻ ആഗ്രഹമില്ലാത്ത, ഞാൻ എന്നെ അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് എൻ്റെ ഈ വലിയ വലിയ ലക്ഷ്യങ്ങൾ. കാരണം എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒബാമ, മിഷേൽ ഒബാമ, അവരൊക്കെ ചെയ്യുന്ന കാര്യം, അവരും മനുഷ്യരല്ലേ, അവരും ഈ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ പോസിബിൾ ആയിട്ടുള്ള സമയം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ചെയ്തെത്തിച്ചിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഡ്രീംസും ഗോളും ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പലരുടെയും ഇന്റർവ്യൂസിലും സ്പീച്ചസിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് എനിക്ക് ഈ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ടു ബിക്കം ഫേമസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ലവ്, സപ്പോർട്ട്, ഷെയർ ഒക്കെ ആവശ്യമാണ്. കാരണം പണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങണേറ്റ് മുന്നേ ഓരോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ പറയും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരിക്കലും അത് പറയില്ല എന്ന്. പക്ഷെ യൂട്യൂബിന്റെ ഒരു ഗോൾഡൻ റൂളാണ് അത്. കാരണം ഇത് പറഞ്ഞാൽ മാത്രമാണ് ഒരു ഓഡിയൻസിന് മനസ്സിലാവുന്നത് അവരാ ഷെയറും സപ്പോർട്ടും വാല്യൂ ചെയ്യുന്ന ആളാണ്, അവർക്ക് അതിനൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളാണെന്നൊക്കെ ആണ് അതിന്റെ മീനിങ്. അപ്പൊ എന്താ ഫേമസ് ആവുക എന്നുള്ളത്, ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ വേറെ കുറെ പേര് നമ്മളെ വിളിക്കണം, അതൊക്കെ ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ എന്ത് രീതിയിലാണെങ്കിൽ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്, ഫോണും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇനീഷ്യേഷൻ എടുത്തത്. ഐ ഡോണ്ട് നോ എപ്പോഴാണ് അത് സംഭവിക്കാന്ന്. പക്ഷെ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു അച്ചീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കെമിസ്റ്റിലെ വരിയാണ് എന്റെ പ്രചോദനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആളുകളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പൊ ഞാൻ പേരുകൾ വായിക്കുന്നില്ല. പക്ഷെ കുറെ നാളായിട്ട് കോണ്ടാക്ട് മിസ്സായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആർ യു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ ആൻഡ് യൂണിവേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസിനായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി യെസ്. എനിക്ക് മാനിഫെസ്റ്റേഷനും യൂണിവേഴ്സുമായിട്ടൊക്കെ ഒരുപാട് സൈക്കോളജി വിഷയമായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ചിലവർ വളരെ ലോജിക്കലി സയന്റിഫിക്കലി ഒക്കെ പറയുന്നവർ പറയും അതിലൊന്നും ഒരു അർത്ഥമില്ല, അത് ഒക്കെ ഫോൾ സയൻസ് ആണെന്ന് പറയുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ അനുഭവങ്ങളല്ലേ, അപ്പൊ എനിക്ക് അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഫേവറേറ്റ് ബുക്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ബുക്സ് ആണ്. മാജിക്, റോണ്ട ബേണിന്റെ സീക്രട്ട്, ആൽക്കെമിസ്റ്റ്, പിന്നെ യു ക്യാൻ വിൻ, യു ക്യാൻ സെൽ, ഇങ്ങനത്തെ കുറെ ബുക്കുകളാണ് എൻ്റെ
ഇൻസ്പിറേഷണൽ ബുക്സ് എന്ന് പറയുന്നത്. അപ്പം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഓരോ ലക്ഷ്യങ്ങളുടെ പിന്നിലും മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെ വളരെ ഉറച്ച ബിലീഫ് സിസ്റ്റവും അതുപോലെ യൂണിവേഴ്സ് ഒരു എനർജി ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ വെരി റീസെൻ്റ്ലി പറയുകയാണെങ്കിലും ഞാൻ എൻ്റെ ഇടയിൽ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ റേക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. അതും സൈക്കോളജിക്കലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. യൂണിവേഴ്സിന്റെ എനർജിയിലൂടെ നമുക്ക് ഒരാളുടെ മാനസികാവസ്ഥയെ ബെറ്റർ ആക്കാം റേക്കി. അപ്പോൾ ആ ഒരു കാര്യം പല ഫോംസിലും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ദാറ്റ് നിങ്ങളും അതിൽ വിശ്വസിക്കണോ ഇല്ലേ എന്നുള്ളത് ദാറ്റ് ഇസ് അപ് ടു യു. ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിൽ ഐ വിൽ സേ ഡെഫിനറ്റ്ലി യെസ്. അതിന് പറ്റിയ റെഫറൻസ് ബുക്സുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൺവിൻസ്ഡ് ആവണം. കാരണം ലോജിക്കലി കുറെ ആലോചിച്ചിട്ട് എന്താണ് യൂണിവേഴ്സ് ഇങ്ങനെ അയക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ കളിയാക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു കൺവിക്ഷൻ കിട്ടണമെങ്കിൽ റീഡ് ദീസ് ബുക്സ്. എന്നിട്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കുകയോ ഇല്ലാതിരിക്കുകയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ച മോളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ബിക്കോസ് ഷീ വാസ് മൈ സ്റ്റുഡൻറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഐ ബിലീവ് ഇൻ ദാറ്റ് ആൻഡ് യു ക്യാൻ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളുടെ സംശയമാണ് നമ്മുടെ റിസൾട്ടിൽ നിന്ന് അകലത്തേക്ക് പോകുന്നത്. നമ്മൾ ചില സമയത്തേക്ക് നടക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോയി. നമ്മൾ ബൈബിളിൽ പറയില്ലേ, കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ്. അത് കുറെ സ്റ്റോറി ഉണ്ട്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല സമയത്തിന്റെ പരിമിതി മൂലം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് അന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൗ ടു ഹാൻഡിൽ നെഗറ്റീവ് പീപ്പിൾ ആൻഡ് നെഗറ്റീവ് കമന്റ്സ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതുമുണ്ട്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് എനർജിയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്, അപ്പോൾ എന്തായാലും നെഗറ്റീവ് എനർജി ഉണ്ട്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? പലരും നെഗറ്റീവ് ആവുന്നത് അവർക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റില്ല. അപ്പൊ അവർ നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആകെ മാറ്റാൻ പറ്റുന്നത് ആരെയാണ്? നമ്മളെ മാത്രമാണ്. സോ ട്രാൻസ്ഫോർമേഷൻ ഇസ് ദ കീ. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിൽ മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വർക്ക്ഔട്ട്. അപ്പൊ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ആൾക്കാർ, നെഗറ്റീവ് കമന്റ്സിനെ എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞ് ലോജിക്കലൊന്നും ആലോചിക്കും. ഒരു പറഞ്ഞതിൽ കാര്യമുണ്ടോ? കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോ ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ. അതിനുള്ള ഒരുപാട് റിസോഴ്സസ് ഇപ്പം നമ്മുടെ ഫിംഗർ ടിപ്പില് നമുക്ക് ഈ പറഞ്ഞ പോലെ ബുക്സും അതുപോലെ ഇൻഫർമേഷനും AI ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും Q&A ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നി ഇപ്രാവശ്യത്തെ Q&A ഭയങ്കര സീരിയസ് ആയി പോയെന്നുള്ളത്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തായാലും എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ചെയ്തതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് യു എ ഗ്രേറ്റ് ഇയർ അഹെഡ്. താങ്ക് യു.